ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 3 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അധികം ബ്രൗൺ ഇല്ലാണ്ട് ആ ഒരു വൈറ്റോട് കൂടിയിട്ട് എടുക്കുന്ന കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ നല്ല വൈറ്റ് കളർ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് കിട്ടും. അപ്പോൾ 250 ml കപ്പിന് 3 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി അതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വനില എസൻസ് ആട്ടോ ഒറ്റിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഏലക്കായ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ വനില എസൻസ് ആകുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് 250 ml കപ്പിന് തന്നെ 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലിട്ടോ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്തിട്ട് ഞാനിതാ ഈ ഒരു അരിപ്പയിൽ കൂടെ വന്നിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആ ഒരു മിക്സിയിൽ നിന്ന് കംപ്ലീറ്റ് ഇതുപോലെ അങ്ങ് എടുക്കുക കേട്ടോ. സ്പാച്ചിൽ എന്തെങ്കിലും യൂസ് ചെയ്ത് എടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സിയുടെ ജാറിന് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നന്നായിട്ട് ആ തേങ്ങാപ്പാൽ ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് അങ്ങ് താഴേക്ക് എല്ലാം വന്ന് വീണോളും. ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു തേങ്ങാപ്പാൽ മൊത്തം അതിൽ നിന്ന് അങ്ങ് എടുക്കാം. ഇപ്പോൾ അത് അതിൽ നിന്ന് മൊത്തം തേങ്ങാപ്പാൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. സ്പാച്ചിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞിട്ട് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ആ 250 ml കപ്പ് തന്നെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചിട്ട് ഒന്നങ്ങ് മാറ്റി വെക്കുകയാണ്. അത് നമുക്ക് വേറൊരു കാര്യത്തിന് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 1/4 കപ്പോളം കോൺഫ്ലവർ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ, ഒട്ടും കട്ടകളൊന്നും പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇത് അടുത്തതായിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് ഇതാ ഞാൻ ഈ ഒരു തേങ്ങാപ്പാലങ്ങ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സിമ്മിലോട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് നേര് ചൂടിലാണ്, നമുക്ക് നേര് ചൂടോട് കൂടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് കേട്ടോ. ഫ്ലെയിം ഫുള്ളാക്കി ഇടാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് നേരെ ഒരു ചൂടായിട്ട് വരട്ടെ കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ തേങ്ങാപ്പാൽ നേരൊരു ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചൂടായി വന്നാൽ പിന്നെ അതിലേക്ക് നമുക്കിതാ ഒരു 1/2 കപ്പോളം 250 ml കപ്പിന് 1/2 കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പാട്ടോ ഞാൻ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. ആ ഒരു സിമ്മിൽ തന്നെ വെച്ചിട്ട് ആ പഞ്ചസാര അതിൽ മെൽറ്റായിട്ട് വരണേ. ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു പഞ്ചസാരൊക്കെ ഒന്നങ്ങ് മെൽറ്റായിട്ട് വന്നാൽ പിന്നെ നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ അതിങ്ങനെ താഴെ പോയിട്ട് ഇങ്ങനെ കട്ടിക്കായി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് മിക്സ് ആവാനും കൂടി വേണ്ടിയിട്ടാട്ടോ ആ ടൈമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു കൈ കൊണ്ട് നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക, ഒരു കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതി കേട്ടോ.
എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ നമ്മൾ ചൂടാക്കി കൊടുക്കുന്നത്, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതാ കുറച്ച് കഴിയുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരാൻ തുടങ്ങും കേട്ടോ. കണ്ടില്ലേ, കുറേശ്ശെ ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൈവിടാണ്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കട്ടെ. നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചാൽ പിന്നെ കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് കട്ടിയായിട്ട് നിൽക്കും, ചില ഭാഗത്ത് ഇങ്ങനെ കട്ടിയില്ലാണ്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല, സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു പൊടിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാനും നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ല, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരാനും തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സിമ്മ് കിടന്നിട്ട് തന്നെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിക്കായി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ ഏതിലാണോ ആക്കിയെടുക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇതിനെക്കാട്ടിലും ആയി വരണ്ട, തണുത്ത് വരുന്നതോട് കൂടിയിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വരും. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഏതിലാണോ നമ്മൾ ഇതൊന്ന് പുഡിങ് സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു ബൗളിലേക്കാണ് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് ചൂടാറിപ്പോയാൽ പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടിയായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഏതിലാണോ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് മാറ്റിയെടുക്കുന്നത് പറയുന്നത്. ഇനി അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ആക്കി ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തണുത്ത് വരണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ആ ചൂടോട് കൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കരുത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ കുറച്ച് ടൈം ഇരിക്കേണ്ടി വരും കേട്ടോ, ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇങ്ങനെ ഒന്ന് സെറ്റായി വന്ന പോലെയുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് ഇത് സെറ്റായിട്ട് വരിക. ഇപ്പോൾ അതാ ഒരു 3 മണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ സെറ്റായിട്ട് വരും കേട്ടോ. ഇനി സൈഡൊക്കെ ഇതുപോലെ ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് അടർന്നു പോരും കേട്ടോ. ഈ രീതിയിൽ ആക്കി എടുത്താൽ മതിയേ. അല്ലേ, ഇതുപോലെ ഒന്നങ്ങ് വിട്ട് വരും. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് കമഴ്ത്തിയിട്ട് അങ്ങ് മാറ്റിയെടുക്കാം. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് കമഴ്ത്തി എടുത്താൽ മതി കേട്ടോ. ഇപ്പം അതൊക്കെ ആ ഒരു ബൗളങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പുഡിങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ഇതാണ്. നമുക്ക് തൊട്ടാൽ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ അത്രയും നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.